നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ദൈവം നേതൃഗുണം നൽകിയിട്ടില്ലെങ്കിൽ പിന്നെ എന്തിനാണ് രാഹുൽ ഗാന്ധിയെ വീണ്ടും നിർബന്ധപൂർവ്വം നേതാവാക്കി മാറ്റാൻ ശ്രമിക്കുന്നത്? രാജ്യത്തെ കോൺഗ്രസുകാർക്ക് നേരെ ചോദ്യമുയർത്തിയതും രാഹുലിനെയും സോണിയയും പരിഹസിച്ചും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ. ഇന്ത്യയുടെ ഇത്രയും വിഷമകരമായ ദൗത്യമായ ചന്ദ്രയാൻ പോലും ശ്രീഹരിക്കോട്ടയിൽ നിന്ന് വിജയകരമായി പറന്നുയർന്നു. എന്നിട്ടും രാഹുൽ ഗാന്ധി ഇതുവരെ ഭൂമിയിൽ നിന്ന് പൊങ്ങിയിട്ടില്ലെന്ന് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ പറഞ്ഞു. TV9 സംഘടിപ്പിച്ച പരിപാടിയിലാണ് ഭഗവത് മാന്റെ ഈ അഭിപ്രായ പ്രകടനം. പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി അമേരിക്കയിൽ ഇരിക്കുകയോ പ്രധാനപ്പെട്ട പാർലമെന്റ് സമ്മേളനം നടക്കുമ്പോഴെല്ലാം ഇറ്റലിയിലേക്ക് പോവുകയോ ചെയ്യാറുണ്ടെന്ന് മാൻ പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തിന്റെ വിക്ഷേപണം ഇപ്പോഴും തുടരുകയാണ്. ശ്രീഹരിക്കോട്ട ചന്ദ്രയാൻ വേഗത്തിൽ വിക്ഷേപിച്ചു. പക്ഷെ ആ വ്യക്തിയെ കോൺഗ്രസിന് വിക്ഷേപിക്കാൻ കഴിഞ്ഞില്ല. വിക്ഷേപണം പുരോഗമിക്കുകയാണല്ലേ? ദൈവം അവന് ആ പുണ്യം നൽകിയിട്ടില്ല. എന്തിനാണ് നിങ്ങൾ അവനെ നേതാവാകാൻ പ്രേരിപ്പിക്കുന്നത്? അച്ഛന് പിന്നാലെ മകൻ വരുന്നത് കുടുംബത്തിലെ അധികാരം പോലെയല്ല. ദയവായി അവനെ വിട്ടേക്കുക. പാവം, അവൻ എവിടെ കുടുങ്ങിപ്പോയിരിക്കുന്നുവോ അതിൽ വളരെ സങ്കടമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പഞ്ചാബിൽ അധികാരത്തിൽ തിരിച്ചെത്താനുള്ള തന്ത്രത്തിന്റെ ഭാഗമായി പഞ്ചാബിലെ ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടിക്കെതിരെ കോൺഗ്രസ് ആക്രമണം ശക്തമാക്കിയ സാഹചര്യത്തിലാണ് ഭഗവത് മാന്റെ വിമർശനമെന്നതും ശ്രദ്ധേയമാണ്. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആദ്യമായി പ്രചാരത്തിലാക്കിയ വിവാദ ബുൾഡോസർ നടപടിക്ക് പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവത് മാൻ പിന്തുണ നൽകി. മയക്കുമരുന്ന് മാഫിയയുടെ സ്വത്തുക്കൾ പൊളിച്ചുമാറ്റുന്നതിനെക്കുറിച്ചും അഭിമുഖത്തിൽ മാൻ ന്യായീകരിച്ചു. പഞ്ചാബിലെ നിരവധി വീടുകൾ നശിപ്പിച്ചു, അനധികൃത സ്വത്തിൽ നിന്നാണ് അവ കെട്ടിപ്പടുത്തതെന്ന് വാദിച്ചു. ഇത്തരം പൊളിക്കലുകൾ നിയമവിരുദ്ധമാണെന്ന സുപ്രീം കോടതി വിധിയെ അഭിമുഖീകരിച്ചപ്പോൾ മാൻ ആശങ്കകൾ തള്ളിക്കളഞ്ഞു. ഇതിന് 20 വർഷമെടുക്കും. അപ്പോഴേക്കും ഒരു പുതിയ തലമുറ വരും. ഒരു ജനാധിപത്യത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ് ചൽത്തേഹെ. ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാം. ബുൾഡോസറുകൾ നീതിയുടെ ഉപകരണങ്ങളായി ഉപയോഗിക്കുന്നതിന്റെ നിയമസാധുതയും ധാർമ്മികതയും കുറിച്ചുള്ള ഇതിനകം ചൂടേറിയ ചർച്ചകൾ അദ്ദേഹത്തിന്റെ പരാമർശങ്ങൾ ഇന്ധനം ചേർത്തു. ഉത്തർപ്രദേശിൽ ആരംഭിച്ച ആക്രമണാത്മക നിയമനിർവഹണ തന്ത്രം ഇപ്പോൾ രാജ്യവ്യാപകമായ ഒരു പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. ഭരണഘടനാ ലംഘനങ്ങളെക്കുറിച്ച് നിയമവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുമ്പോഴും കുറ്റവാളികൾക്കെതിരായ വേഗത്തിലുള്ള നടപടിയുടെ പ്രതീകമായി ഇന്ത്യയിൽ ഉടനീളം നേതാക്കൾ ബുൾഡോസർ നീതി സ്വീകരിക്കുന്നു. അത്തരം നടപടികൾ ഉചിതമായ നടപടിക്രമങ്ങളെ മറികടക്കുകയും അപകടകരമായ ഒരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്നുവെന്ന് വിമർശകർ വാദിക്കുന്നു. അതേസമയം കുറ്റകൃത്യങ്ങൾക്കും അഴിമതിക്കുമെതിരായ വളരെ ആവശ്യമായ പ്രതികരണമായി പിന്തുണയ്ക്കുന്നവരും പറയുന്നു. ശരിയായ നിയമ നടപടികളില്ലാതെ സ്വത്തവകാശം ലംഘിക്കാൻ കഴിയില്ലെന്ന് പ്രസ്താവിച്ചുകൊണ്ട് ഏകപക്ഷീയമായ പൊളിക്കലുകൾക്കെതിരെ സുപ്രീം കോടതി ആവർത്തിച്ച് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എങ്കിലും രാഷ്ട്രീയ നേതാക്കൾ ബുൾഡോസർ നടപടിയെ കൂടുതൽ ഫലപ്രദവും വിവാദപരവുമാണെങ്കിലും ഭരണത്തിനുള്ള ഒരു ഉപകരണമായി കാണുന്നുവെന്ന് മാനിന്റെ പരാമർശങ്ങൾ സൂചിപ്പിക്കുന്നു. 2027 തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബുൾഡോസർ ആഖ്യാനം ഒരു ചൂടുള്ള വിഷയമായി തുടരുമെന്ന് ഇതോടെ ഏകദേശം ഉറപ്പായി. ജുഡീഷ്യറി ഈ രീതിയെ നിയന്ത്രിക്കുമോ അതോ രാഷ്ട്രീയ നേതാക്കൾ കുറ്റകൃത്യങ്ങൾക്കെതിരായ ആയുധമായി ഇത് ഉപയോഗിക്കുന്നത് തുടരുമോ എന്ന് കണ്ടറിയണം. ഒരു കാര്യം ഉറപ്പാണ്, ബുൾഡോസർ രാഷ്ട്രീയം ഇവിടെ നിലനിൽക്കും. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.